ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദിണ്ടിഗൽ സ്വദേശി ഡി മണിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നു. മണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മണിയോടും സുഹൃത്ത് ബാലമുരുകനോടും തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ മറ്റന്നാൾ ഹാജരാകണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, ഇനി SITയുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? മനീഷ് മഹിപാൽ. ശ്രീജിത്ത്, മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തിയ വിദേശ വ്യവസായി നൽകിയ മൊഴി, SITക്ക് നൽകിയ മൊഴിയും ഒപ്പം തന്നെ ഈ ഡി മണിയെ പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ മൊഴിയും അത് അടിമുടി വൈരുദ്ധ്യം നിറഞ്ഞതാണ്. രണ്ടുപേരും പറയുന്ന കാര്യങ്ങളിൽ ഒരു പൊരുത്തവുമില്ല, വലിയ പൊരുത്തക്കേടുകളുണ്ട്. പ്രത്യേകിച്ചും ഡി മണി പറയുന്ന എല്ലാ കാര്യങ്ങളും, തൻ്റെ പേരിലുൾപ്പെടെ പറയുന്ന കാര്യങ്ങൾ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, തൻ്റെ ജോലി, ഓഫീസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നുണയാണെന്നുള്ള കാര്യമാണ് SIT നിലവിൽ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ നിലവിൽ ഡി മണി തിരുവനന്തപുരത്തെത്തി അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ SITക്ക് നിലവിൽ അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ മാസം 30-ന്, അതായത് മറ്റന്നാൾ നിലവിൽ രണ്ടുപേരോടും, ഈ ഡി മണിയോടും ബാലമുരുകനോടും ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും ഈ വിധ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു വ്യക്തത SITക്ക് ലഭ്യമാകുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയത്തിൽ നിലവിൽ ഡി മണി പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്താൻ വേണ്ടി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഇയാളുടെ ബാങ്ക് ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ചെന്നൈയിലും വിരുദ്ധനഗറിലും ഒപ്പം തന്നെ ഈ ഡിണ്ടിഗലിലൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഡിണ്ടിഗൽ ഇപ്പോഴും അന്വേഷണം തുടരുന്നുണ്ട്. വൈകാതെ അവർ തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങും. പക്ഷേ അതിനു മുൻപ് അവരുടെ അന്വേഷണത്തിൽ ഇത്തരം കാര്യങ്ങളിൽ സാങ്കേതികമായി സഹായിക്കേണ്ട തമിഴ്നാട് പോലീസിന്റെ നിസ്സഹകരണം തുടരുകയാണ്. പ്രത്യേകിച്ചും ഡിണ്ടിഗൽ പോലീസ് ആദ്യ ദിവസം തന്നെ ഈ ഡി മണിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയുടെ ഘട്ടത്തിൽ അന്ന് വൈകിട്ട് തന്നെ ഇവർ പിന്മാറിയിരുന്നു. പക്ഷേ പിന്നീട് കേരളത്തിൽ നിന്നും ഈ വിധത്തിൽ പോലീസ് ഔദ്യോഗികമായി തന്നെ സഹായിക്കണമെന്ന് അറിഞ്ഞിട്ടും സമാന്തര സംവിധാനം ഡി മണിക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസിന്റെ സഹായം കാര്യമായി അവിടെ ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് SIT സ്ഥിരീകരിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ബാങ്ക് ഇടപാടുകൾ, ഇയാളെ സംബന്ധിച്ചുള്ള, ഇയാൾക്കുള്ള ഭൂമി ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമാന്തരമായി SIT അവിടെ നിലവിൽ അന്വേഷിക്കുകയാണ്. ഒപ്പം തന്നെ ഇയാളെ ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ മാത്രം ഈ വിധ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് നിലവിൽ SITയുടെ നിഗമനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബാലമുരുകനുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് SITക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്ത് തരത്തിലുള്ള ഇടപാടാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 30-ാം തീയതി രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്താൽ മാത്രം അതിനൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ശ്രീജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.